Good morning to all. Good morning, ma'am. Yeah, good morning. Okay. Good morning, ma'am. Morning. Okay. അപ്പൊ എന്താണ് ഇംഗ്ലീഷ് എക്സ്പെക്ട് ചെയ്തില്ല ആരും ആണോ? അതെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, അതിനുശേഷം സംസാരിക്കാം. Okay, let's start today's class with prayer, word of the day and signing. Okay, start ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയർ ആരാ ചൊല്ലാം? Okay, start ചെയ്യാം. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Thank you, ma'am. Yeah, okay, നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. Good morning, everyone. I'm Sajna. We start the class with prayer by Mariam. Today's class by Ashwati ma'am. Welcome, ma'am, to our online class. We are glad to have you with us today. And I welcome you all to today's class. I am excited to share knowledge and learn from each other. Let's stay engaged and get started. Have a great session. I inviting Lovely Chechi for the thought of the day. Thank you. Good morning, ma'am. Good morning, everybody. Today's thought. Peace of mind comes when stop expecting and start accepting. Thank you, ma'am. Okay, so എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ എല്ലാവർക്കും? മഴയാണല്ലേ? എല്ലായിടത്തും മഴയാണ്. സ്വാഭാവികമായിട്ടും മടി വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഉണ്ടോ? മടിയുണ്ടോ? ഭയങ്കര മഴ, കാറ്റുണ്ട്. കാറ്റുണ്ടല്ലേ? ഇവിടെ സ്ഥലം എവിടെയാ? സൗമ്യ? സ്ഥലമാണ് മുനമ്പം. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മുനമ്പം. നിങ്ങൾ അങ്ങനെ ചോദിക്കില്ല, ഇത് ഞാൻ മറന്നു പോകുന്ന പറയുമ്പോ ഒരുപാട് ക്ലാസ് എടുക്കുന്നോണ്ടേ അങ്ങനെ ഓർമ്മയിൽ നിൽക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു. ശരിയാ പറഞ്ഞത് എനിക്ക് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. സൗമ്യുണ്ട്, പിന്നെ ആരാണ് മൻപത്തിൽ നിന്ന് പറഞ്ഞ് ചെറായി എന്ന് ആരോ ഉണ്ടല്ലോ. ഞാൻ പറവൂര് കൂട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മാം. ഇപ്പൊ നോർത്ത് പറവൂര്. കൂട്ടുകാരാണ്. ഓക്കെ, അടുത്താണല്ലോ. അപ്പോ നമുക്കൊന്ന് ക്ലാസ് എടുക്കണോ? നിങ്ങൾ എന്ത് പറയുന്നു? ക്ലാസ് എടുക്കണോ അല്ലെങ്കിൽ വർത്താനം പറയണോ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കണോ? എനിക്ക് നിങ്ങളുടെ വലിയ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വർത്താനം പറയാം. വർത്താനം പറയാം. ഇൻട്രസ്റ്റ് അല്ലേ? എല്ലാരും ഓക്കെ ആണോ? വർത്താനം എല്ലാവരും ഗ്രൂപ്പാണ്. ഓക്കെ ആണ് എല്ലാവരും? സംസാരിച്ചിരുന്നാ മതിയോ? കുറച്ചു നേരം സംസാരിക്കാം, കുഴപ്പമില്ല. പഠിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പ്രോണൗൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് സംസാരിക്കാം. ഓക്കെ ആണോ? നമ്മൾ നൗൺ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ആണോ?
Yes, എന്തോ ma'am. സംസാരിക്കൂ. Yes, ma'am. Noun complete. നോൺ കംപ്ലീറ്റ് ചെയ്തു. റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ക്ലിയർ ആകണില്ല. എന്തോ മഴയുടെ ഒന്നും ക്ലിയർ ആകണില്ല ശരിക്കും. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ നൗൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തൊരു പോർഷൻ ആണ് പ്രോണൗൺ അല്ലെ. യൂണിറ്റ് 2 നൗൺ ആൻഡ് പ്രോണൗൺ ആണ്. സോ നൗൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രോണൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ പ്രോണൗൺ എന്ന് പറയുന്നത് നമ്മൾ നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ് ആണ് എന്ത് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ എന്റെ പേര് പറയാണ് അശ്വതി അല്ലെ. അശ്വതി ഇംഗ്ലീഷ് ടീച്ചർ ആണ്. അല്ലെങ്കിൽ എന്റെ വേണ്ട, നിങ്ങളെ പറയാം. ഇപ്പോ ആരാ? സൗമ്യ. സൗമ്യ സൗമ്യ ഇസ് എ ഗുഡ് ഗേൾ. സൗമ്യ ഇസ് എ സ്മാർട്ട് ഗേൾ അല്ലെ, ഇന്റലിജന്റ് ഗേൾ. നമ്മളിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ സൗമ്യ സൗമ്യ എന്ന് പറയും. ഇപ്പൊ മലയാളത്തിലാണെങ്കിലും സൗമ്യ നല്ല കുട്ടിയാണ്, സൗമ്യ കാണാൻ നല്ല ഭംഗിയാണ്, സൗമ്യ നല്ല പഠിക്കും, സൗമ്യയുടെ വീട് അവിടെയാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും സൗമ്യ പേര് തന്നെ മെൻഷൻ ചെയ്യോ സംസാരിക്കുമ്പോ? ഇല്ലല്ലോ അല്ലെ, എന്താ പറയാ? ഓക്കെ, സൗമ്യ നല്ല കുട്ടിയാണ്, അവളെ കാണാൻ നല്ല ഭംഗിയാണ്, അവളുടെ വീട് ചെറായിലാണ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാ അല്ലെ. അവൾ എന്ന് യൂസ് ചെയ്തു. കാരണം സൗമ്യ എന്ന് പറയുന്ന പേരിന് പകരം നമ്മൾ യൂസ് ചെയ്ത വേർഡ് ആണ് എന്ത് അവൾ. മലയാളത്തിലാണെങ്കിൽ അവൾ. ഇംഗ്ലീഷിലാണെങ്കിലോ സൗമ്യ എന്ന് പറയുന്ന ഒരു നൗൺ ആണ് അല്ലെ, നെയിം ആണ്. സൗമ്യ ഈസ് എ നൗൺ. ഓക്കെ, അപ്പൊ നൗണിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു അവിടെ? അവൾ എന്ന് യൂസ് ചെയ്തു. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ഷീ യൂസ് ചെയ്യും അല്ലെ. യെസ്, അപ്പോ നൗണിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്ത് pronoun എന്ന് പറയുന്നത്. pronoun is the word that we use in place of a noun instead of a noun എന്ന് പറയാം. നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ് ആണ് എന്ത് pronoun എന്ന് പറയുന്നത്. അത് എന്തു ആകാട്ടോ, അവൾ, അവൻ, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവരും. ഇപ്പൊ ഞാൻ, നീ, നിങ്ങൾ, ഞങ്ങൾ, അവൻ, അവർ, അവൾ, ഇതൊക്കെ എന്താണ് pronoun ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? നൗണിന് പകരമായി യൂസ് ചെയ്യുന്ന വേർഡ് ആണ് pronoun എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിൾ. ക്ലിയർ? ഓക്കെ, മനസ്സിലായി? സോറി, ക്ലിയർ ആയോ? അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾ നൗണിൽ പറഞ്ഞ പോലെ നൗൺ ഒരു 4 kinds of noun, I think 4 or 6 kinds of nouns ഉണ്ട്. അതുപോലെ തന്നെയാണ് pronoun. 9 types of pronouns are there. They are personal pronoun, emphatic pronoun, reflexive pronoun, indefinite pronoun, distributive pronoun, demonstrative, interrogative, relative, reciprocal pronoun. These are the 9 types of pronouns. Okay, the first one is personal pronoun. Personal pronoun means ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ, നമ്മുടെ കാര്യം പറയുന്നതാണ് അല്ലെ. ഞാൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു പേഴ്സണൽ പ്രോണൗൺ ആണ്. ഞാൻ. ഇനിയിപ്പോ വേറെ പേരാണ്. ഇപ്പൊ ഞാൻ, ഞങ്ങൾ, അതൊക്കെ എന്താണ് ശരിക്കും പേഴ്സണൽ പ്രോണൗൺ. പേഴ്സണൽ മീൻസ് നമ്മളെ തന്നെ പറയുന്നതാണ്. ഞാനും ഞങ്ങളും എന്താണ്? ഞാൻ പേഴ്സണൽ പ്രോണൗൺ ആണ്. ഞാൻ, ഞങ്ങൾ പേഴ്സണൽ പ്രോണൗൺ ആണ്. ഇനി നമ്മൾ രണ്ടാമതൊരാൾ പറയാണ് അല്ലെ. രണ്ടാമതൊരാൾ എങ്ങനെയാ പറയാ? നമ്മള് നീ, നിങ്ങൾ എന്ന് പറയും. അതെന്താണ്? യു ആണ്. നീയും നിങ്ങളും ഒന്ന് തന്നെയാണ്, യു ആണ് അല്ലെ. ഇനി മൂന്നാമതൊരാൾ വന്നു, നമ്മൾ എന്താ പറയാ? അവൻ, അവൾ, അവർ എന്ന് പറയും അല്ലെ. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് സംസാരിച്ചു, ഞാൻ ഫസ്റ്റ് പേഴ്സൺ, നിങ്ങളോട് സംസാരിച്ചപ്പോ സെക്കൻഡ് പേഴ്സൺ ആയി നിങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ രണ്ടുപേരും കൂടെ മൂന്നാമതൊരാളുടെ കാര്യം പറയണം, അവളുടെ കാര്യം പറയാണ്. അപ്പൊ അവൻ, അവൾ ആരൊക്കെയായി? തേർഡ് പേഴ്സൺ ആയി. മനസ്സിലായോ? ഓക്കെ, ഇതാണ് എന്ത് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ എന്താണ്, സെക്കൻഡ് പേഴ്സൺ എന്താണ്, തേർഡ് പേഴ്സൺ എന്താണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജസ്റ്റ് മനസ്സിലാക്കി മാത്രം മതി, പണിയായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പേഴ്സണൽ പ്രോണൗൺ എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കാം. ഇവിടെ കൊടുത്ത കീവേഡ്സ് കണ്ടോ? പേഴ്സണൽ പ്രോണൗണിന്റെ കീവേഡ്സ് ഐ, വി, യു ഇതൊക്കെ എന്താണ് പേഴ്സണൽ പ്രോണൗൺ ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതുപോലെ ഐയുടെ പ്ലൂറലാണ് എന്ത്? വി. ഞാൻ, ഞാന്റെ പ്ലൂറലാണ് എന്ത്? ഞങ്ങൾ അല്ലെ. ഇനി മീ ആണെങ്കിലോ അസ് ആണ്. മൈ, അവേഴ്സ് ആണ്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, യു തന്നെയാണ് കേട്ടോ. യുവേഴ്സ്, നിന്റെ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ, മലയാളം അറിയാലോ. അപ്പോ
ഞാൻ എന്താണ് എന്ന് പറഞ്ഞെല്ലാവരും. ഞാൻ am, അല്ല, ഞങ്ങൾ, We. we, എന്നെ, കേട്ടില്ല മാം. എന്നെ, 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 mine, Me. എന്നെ, Me. me, yes, me, എന്റെ, mine, Mine. Mine. മൈ, മൈൻ പറയാം. മൈ ഓർ മൈൻ Mine. രണ്ടും പറയാം. ഓക്കെ, മൈ ഓർ മൈൻ, എന്റെ. ഇനി ഞങ്ങളുടെ, our, We are our. അവർ, yes, അവർ ആണ്. ഞങ്ങളുടെ, അവർ. ഞങ്ങളെ, Ours. ഞങ്ങളെ, റോസ് ആണോ? അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയാ പറയാ? we are waiting, അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യാണ്. They are waiting for Us. us. us ആണ്. ഞങ്ങളെ us ആണ്. ഓക്കെ, ഞങ്ങൾ, ഞങ്ങളെ, ഞങ്ങൾ, ഞങ്ങളുടെ, ഞങ്ങളെ. We are us. ഓക്കെ, നീ, നിന്റെ. നീ എന്താ? you, You. you, നിന്റെ, നിങ്ങളുടെ, നിന്റെ. yours, Yours. Your, ഓക്കെ, യുവർ ആൻഡ് യുവേഴ്സ് പറയാം. നിങ്ങളുടെ എന്ന് പറയാം, യുവേഴ്സ് പറയാം. നിന്റെ എന്ന് പറയുമ്പോ യുവർ എന്ന് പറയാം. ഓക്കെ, then അവൾ, അവൾ, She. She. she, അവളുടെ, her, Her. hers, hers, അവളെ, her ആണ്. ഓക്കെ, അവളെ her ആണ്. ഓക്കെ, ഇനി അവൻ, He. അവനെ, His. him, him, Him. yeah, his, അവന്റെ, him, അവന്റെ, His. his, yes, ഇതാണ്. ഇനി അവർ, they, they, അവരുടെ, Them. their, them, Theirs. they, them, അവരെ, yeah. Their, അവരെ, Them. them, ഓക്കെ, ക്ലിയർ അല്ലേ? അറിയുള്ളൂ കേട്ടോ. ഇതാണ് പേഴ്സണൽ പ്രൊണൗണിലുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യമുണ്ട്. ഇനിയിപ്പോ അതാണെങ്കിലോ, അത് ഇത് എന്നൊക്കെ നമ്മൾ എന്താ പറയാ? Those. These. ദിസ് ഓർ ദാറ്റ് യൂസ് ചെയ്യാം. അത് ഇതാണ് ദിസ് ഓർ ദാറ്റ്. കോമൺലി നമുക്ക് ഇറ്റ് പറയാം. ഇറ്റ് ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇറ്റ് പറയാം. ഇറ്റ്സ് എ ക്യാറ്റ് അല്ലെ? ഇറ്റ്സ് എ ക്യാറ്റ് എന്ന് പറയാം. അപ്പൊ ഇറ്റ് യൂസ് ചെയ്യാം. നീ അവ, അവയാണെങ്കിലോ അവ. അവ എന്താണ്? ദോസ്. യാ, അവ ദോസ് ആണ്. ഇനി ഇവയാണെങ്കിലോ? ഇതൊക്കെ എന്റെ പേനയാണ്. ദീസ് ആർ മൈ പെൻസ്. ദീസ് ആണ്. ദീസ്. അവ ദോസ് ആണെങ്കിൽ ഇവ ദീസ് ആണ്. ദീസ് ആർ മൈ പെൻസ്. ദോസ് ആർ മൈ അംബ്രല്ല അല്ലെ? ദോസ് ആർ മൈ അംബ്രല്ല. ഓക്കെ, ദീസ് ആൻഡ് ദോസ്. അപ്പോ ഇത്രയൊക്കെയാണ് എന്ത് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ഇതെല്ലാം ടെക്സ്റ്റിലാനും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ടെക്സ്റ്റ് കൂടെ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിരിക്കും കേട്ടോ. സിമ്പിൾ ആണ്. ബോക്സ് ഇറ്റ്സ് ഓൺ ദി ടേബിൾ. ഇറ്റ്സ് ആണ് അല്ലെ? ഒരു തിങ് ആണെങ്കിൽ നമുക്ക് ഇറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ക്ലൗഡ്സ് ഹിസ് ബൈസിക്കിൾ. ഹിസ് ബൈസിക്കിൾ അല്ലെ? അവന് അവന്റെ ബൈസിക്കിൾ ഇഷ്ടമാണെങ്കിൽ ഹിസ് ബൈസിക്കിൾ ആൻഡ് cannot do without it. Without it കണ്ടോ? when I saw the film it was interesting. അപ്പൊ ഇറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. സബ്ജക്ട് വൈസ് ആയിട്ട് വരുന്ന എല്ലാവരും പേഴ്സണൽ പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. ദാറ്റ്സ് ഓൾ. ക്ലിയർ? ഫസ്റ്റ് പ്രോണൗൺ ക്ലിയർ അല്ലേ? ആണോ? Yes, ma'am.
നെക്സ്റ്റ് വൺ എംഫാറ്റിക് പ്രോണൗൺ. ഓക്കെ, ഇത് പേഴ്സണൽ പ്രോണൗൺ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നോ? എഴുതിയോ? പേഴ്സണൽ പ്രോണൗൺ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട്സ് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ മലയാളം മാത്രം എഴുതിച്ചാൽ മതിയോ? ക്ലിയർ ആണ്. പക്ഷെ എംഫാറ്റിക് പ്രോണൗൺ നോട്ട് എഴുതണം കേട്ടോ. ഹെഡിങ് എഴുതാം എംഫാറ്റിക് പ്രോണൗൺ. ഈ പ്രോണൗണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രോണൗൺ ഈ എംഫാറ്റിക്കും റിലേറ്റീവും റിഫ്ലെക്സീവ് ഒക്കെയാണ് കേട്ടോ. അതിൽ പേഴ്സണൽ പ്രോണൗണിൽ ഒരു ക്വസ്റ്റ്യൻ വരാറില്ല. പൊതുവെ ഇങ്ങനെ വരാൻ ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, സോ ഇനി അങ്ങോട്ടുള്ള പ്രോണൗൺസ് ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ the second pronoun is emphatic pronoun. Take a notebook and write down the heading. Emphatic pronoun. Emphatic pronounല് നമുക്ക് ഇവിടെ പഠിക്കുന്ന എല്ലാ പ്രോണൗണിലും ഓരോ കീവേഡ്സ് ഉണ്ട് കേട്ടോ. ആ കീവേഡ്സ് വെച്ചിട്ട് പഠിക്കാം. അതാണ് കുറച്ച് സിമ്പിൾ ആയിരിക്കും. അപ്പൊ എല്ലാ പ്രോണൗണിലും കീവേഡ്സ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. തന്നിരിക്കുന്ന സെന്റൻസില് ഏത് പ്രോണൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾ ആ ഒരു സെന്റൻസ് വായിക്കുക. സെന്റൻസ് വായിക്കുമ്പോൾ അതിൽ കീവേഡ് ഉണ്ടാവും. ആ കീവേഡ് ഏത് പ്രോണൗൺ ആണോ അത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്. ആ കീവേഡ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ മനസ്സിലാവും, ഞാൻ പറയുമ്പോൾ ക്ലിയർ ആകും. ഇപ്പൊ എംഫാറ്റിക് പ്രോണൗൺ എടുക്കാം. എംഫാറ്റിക് പ്രോണൗണിൽ കീവേഡ് എന്ന് പറയുന്നത് മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ് എന്ന് പറയുന്ന ഇത്രയും കീവേഡ്സ് ആണ് ഈ എംഫാറ്റിക് പ്രോണൗണിൽ വരാം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് ഐ റിപ്പോർട്ട് ദ ബൈക്ക് മൈസെൽഫ്. ഓക്കെ, അപ്പോ ഐഡന്റിഫൈ വിച്ച് പ്രോണൗൺ ഈസ് യൂസ്ഡ് there എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. I report the bike myself എന്ന് പറയുന്ന സെന്റൻസ് തന്നിട്ട് ഐഡന്റിഫൈ വിച്ച് പ്രോണൗൺ ഈസ് യൂസ്ഡ് there. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് 4 ഓപ്ഷൻസ് വരും. പേഴ്സണൽ പ്രോണൗൺ, എംഫാറ്റിക് പ്രോണൗൺ, റെസിപ്രോക്കൽ പ്രോണൗൺ, റിലേറ്റീവ് പ്രോണൗൺ. അപ്പോ which is the correct answer? Emphatic pronoun. എംഫാറ്റിക് പ്രോണൗൺ. എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു? തന്നിരിക്കുന്ന കീവേഡ് വന്നു അല്ലെ? ഈ മൈസെൽഫ്, അവർസെൽഫ് എന്നൊക്കെ പറയുന്ന പറയാട്ടോ. മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ് എന്നൊക്കെ പറയുന്ന ഈ കീവേഡിൽ ഏതെങ്കിലും ഒരു കീവേഡ് തന്നിരിക്കുന്ന സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് ആ ഒരു വേർഡിന് നമ്മൾ എന്താ പറയാ? എംഫാറ്റിക് പ്രോണൗൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ എല്ലാ പ്രോണൗണിലും എന്താ കീവേഡ്സ് ഉണ്ട്. അപ്പൊ കീവേഡ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തൊരു കാര്യം പറയാണ്. എംഫാറ്റിക് പ്രോണൗണും റിഫ്ലെക്സീവ് പ്രോണൗണിലെയും കീവേഡ്സ് രണ്ടും ഒന്നാണ്. രണ്ടിലെയും കീവേഡ്സ് ഒന്നാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? പറയൂ. കുറച്ച് ടഫാണോ? രണ്ടിലെയും കീവേഡ്സ് ഒന്നാണ്, സെയിം ആണ്. അപ്പൊ ഒരു സെന്റൻസ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാണ്. which pronouns is used there എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസില് എംഫാറ്റിക് പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ, റിലേറ്റീവ് പ്രോണൗൺ, റെസിപ്രോക്കൽ പ്രോണൗൺ ഈ 4 ഓപ്ഷൻസ് തന്നു. നിങ്ങൾ ഏത് ആൻസർ ചെയ്യും? അറിയാൻ പറ്റും നിങ്ങൾക്ക്? കൺഫ്യൂഷൻ വരും അല്ലെ? രണ്ട് പ്രൊണൗൺസിലെയും കീവേഡ്സ് ഒന്നാണല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യും എന്നൊരു ചോദ്യം വരും. ശരിയല്ലേ? എഴുതുന്നില്ല, ശരിയാണ്. അപ്പോ നോട്ട്ബുക്കിൽ എഴുതാട്ടോ. എംഫാറ്റിക് പ്രോണൗൺ അതിന്റെ കീവേഡ് എഴുതി വെക്കുക. മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്. വേണമെങ്കിൽ എഴുതാം, ഓൾറെഡി ടെക്സ്റ്റിൽ ഉണ്ട്, വേണമെങ്കിൽ എഴുതാം. എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. കാരണം നമുക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാം. അപ്പൊ എഴുതും. ഓക്കെ, എഴുതി കഴിയുമ്പോൾ ഒന്ന് പറയണേ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് മലയാളത്തിൽ എഴുതി വെക്കാം. നൗണിന് ശേഷവും പ്രോണൗണിന് ശേഷവും തന്നിരിക്കുന്ന കീവേഡ്സ് ഏതെങ്കിലും വരികയാണെങ്കിൽ, നൗണിന് ശേഷവും പ്രോണൗണിന് ശേഷവും തന്നിരിക്കുന്ന കീവേഡ്സ് ഏതെങ്കിലും കീവേഡ് വരികയാണെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. പ്രത്യേകിച്ച് ഡെഫിനിഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. മാം ഒന്നും കൂടി പറയാമോ?
ഈ തന്നിരിക്കുന്ന കീവേഡ്സ് ഉണ്ടല്ലോ, മൈസെൽഫ്, അവർ, ഇതൊക്കെയാണ് നമ്മുടെ കീവേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആ കീവേഡ്സ് ഏതെങ്കിലും നൗണിനോ പ്രോനൗണിനോ ശേഷമാണ് വരുന്നുണ്ടെങ്കിൽ അത് എംപാറ്റിക് പ്രോനൗൺ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഐ റിഫേർഡ് ദ ബൈക്ക് മൈസെൽഫ്. ഇവിടെ ഈ മൈസെൽഫ് എന്ന് പറയുന്ന വേർഡ് എന്തിനു ശേഷമാണ് വന്നിരിക്കുന്നത്? ബൈക്ക് എന്ന് പറയുന്ന ഒരു വേർഡിന് ശേഷമാണ്. ബൈക്ക് എന്താണ് അപ്പോ? ആ വേർഡ് എന്താണ്? നൗൺ അല്ലേ? അല്ലെ, നൗൺ. സോ നൗണിന് ശേഷമാണ് അവിടെ മൈസെൽഫ് വന്നത്. അപ്പൊ ആ ഒരു വേർഡ് എന്താണ് ശരിക്കും? അപ്പൊ മൈസെൽഫ് എന്താണ്? ഏത് പ്രോനൗൺ ആണ്? എംഫാറ്റിക് പ്രോനൗൺ ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എഴുതിയേ. ഐ മൈസെൽഫ് റിഫേർഡ് ദ ബൈക്ക്. ഐ മൈസെൽഫ് റിഫേർഡ് ദ ബൈക്ക് എന്ന് പറയുമ്പോ അവിടെയും എന്താണ്? എന്തിനു ശേഷമാണ് ആ മൈസെൽഫ് എന്ന് പറയുന്ന കീവേഡ് വന്നത്? ഐ എന്ന് പറയുന്ന പ്രോനൗണിന് ശേഷമാണ്. അപ്പോ നൗണിനോ അല്ലെങ്കിൽ പ്രോനൗണിനോ ശേഷം ഈ കീവേഡ്സ്, എംഫാറ്റിക് പ്രോനൗണിൽ കീവേഡ്സ് വരികയാണെങ്കിൽ അത് എന്ത് പ്രോനൗൺ ആണ്? എംഫാറ്റിക് പ്രോനൗൺ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, is it clear or not? Clear. Clear. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ എംഫാറ്റിക് പ്രോനൗൺ. ഇനി നെക്സ്റ്റ് റിഫ്ലെക്സീവ് പ്രോനൗൺ. റിഫ്ലെക്സീവ് പ്രോനൗണില് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോ എംഫാറ്റിക് പ്രോനൗൺ നമ്മൾ പഠിച്ചു, നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷം വരികയാണെങ്കിൽ എന്ന് പഠിച്ചു. ഇനി അതല്ലാതെ വരുന്ന പ്രോനൗൺ ഏതായിരിക്കും അപ്പോ? റിഫ്ലെക്സീവ് പ്രോനൗൺ. അങ്ങനെ പഠിച്ചാ പോരെ? ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പൊ റിഫ്ലെക്സീവ് എന്തായാലും കിട്ടും. ഓക്കെ, റിഫ്ലെക്സീവ് മെയിൻ ആയിട്ട് വരുന്നത് വെർബിന് ശേഷമൊക്കെ ആയിരിക്കും. ഈ നൗണോ പ്രോനൗണോ ആയിരിക്കില്ല, വെർബിന് ശേഷമായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ he drove the car himself എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. കാർ എന്താണ്? നൗൺ അല്ലേ എന്ന് ചോദിക്കാം. ഈ എക്സാമ്പിൾ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് മാത്രം അത് എംഫാറ്റിക്കലി എക്സാമ്പിൾ ആണ്. അത് ചിലപ്പോൾ ടൈപ്പ് മിസ്റ്റേക്കിൽ റിസൾട്ട് വന്നായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ നോക്കിയേ. they found themselves in great difficulty. ഈ found എന്ന് പറയുന്നത് നൗണോ പ്രോനൗണോ ആണോ? അല്ല. അല്ല, ഇതൊരു വെർബാണ് അല്ലേ? അപ്പൊ അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. അപ്പൊ എംപാറ്റിക് പഠിച്ചാല് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്ലെക്സീവ് പ്രോനൗൺ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ രണ്ട് പ്രോനൗൺ ക്ലിയർ അല്ലേ? രണ്ടിന്റെ കീവേഡ് ഒന്നാണ്. രണ്ടും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ എന്തോ ഡിഫറൻസ് ഒന്നൂടി പറഞ്ഞുതരോ മാം? ഡിഫറൻസ് ഒന്നുകൂടി പറഞ്ഞു. ക്ലിയർ ആയില്ല കേട്ടോ. ഈ എംഫാറ്റിക് പ്രോനൗണിന്റെയും റിഫ്ലെക്സീവ് പ്രോനൗണിന്റെയും ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരോ? ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. എംഫാറ്റിക് പ്രോനൗൺ നൗണോ പ്രോനൗണിന് ശേഷമായിരിക്കും ആ കീവേഡ് വരാം. പക്ഷെ റിഫ്ലെക്സീവ് പ്രോനൗൺ എങ്ങനെയാണ്? വെർബിന് ശേഷവും ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരു കീവേഡ് വരാം. രണ്ടിന്റെയും എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ. യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ് ഫോർ ദിസ് മിസ്റ്റേക്ക്. ഇവിടെ ബ്ലെയിം ചെയ്യുക. ബ്ലെയിം എന്താണ്? ഒരു വെർബാണ്. കുറ്റപ്പെടുത്തുക എന്നാണ് ബ്ലെയിം പറയുക. അപ്പൊ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നെയിം ആണോ അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആണോ? അല്ല, ഒരു പ്രവൃത്തിയാണല്ലേ, വെർബാണത്. അപ്പൊ അതിനുശേഷമാണ് ഈ യുവർ സെൽഫ് എന്ന് പറയുന്ന കീവേഡ് വന്നത്. അപ്പൊ ഇത് എന്താണ്? റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. The children washed themselves. വാഷ് ചെയ്യുക, അതും ഒരു വെർബാണ്. അതിനുശേഷമാണ് ഈ കീവേഡ് വന്നത്. He cut himself. കട്ട് ചെയ്യുക, അതും വെർബാണ്. മനസ്സിലായോ? ഇത് രണ്ടിന്റെയും വ്യത്യാസം ഒക്കെ മനസ്സിലായോ? ഒരെണ്ണം എംഫാറ്റിക് ആണെങ്കിൽ ഒരു വേർഡ് നൗണോ പ്രോനൗണിനോ ശേഷമായിരിക്കും കൊടുക്കുന്നത്. അതായത് we ourselves have to build our own strength. We എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. We saw the principal himself. Principal എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ഓക്കെ, രണ്ടിന്റെയും വ്യത്യാസം ഒക്കെ മനസ്സിലായില്ലേ? ക്ലിയർ ആണ്. അപ്പൊ 3 പ്രോനൗൺ നമ്മൾ പഠിച്ചു. ഈ 3 പ്രോനൗണും ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ റിഫ്ലെക്സീവ് പ്രോനൗണില് കുറച്ച് പോയിന്റ്സ് കൊടുത്തല്ലേ? രണ്ടാമത്തതല്ലേ ഈ
എന്തോ എംഫാറ്റിക് പ്രോനൗണിന്റെ എന്താണെന്ന് പറഞ്ഞില്ലേ, അതല്ലേ? രണ്ടാമത്തെ ഹി ഡ്രോ ദ കാർ ഹിംസെൽഫ്, അതല്ലേ? അതെ കാറാണ് അവിടെ നൗണിന് ശേഷമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. ബാക്കി എല്ലാ പ്രോണൗണും പഠിക്കണത് കീവേഡ് വെച്ചാണ്. ഈ രണ്ടും കൺഫ്യൂഷൻ വന്ന പോലെ വേറൊരു പ്രോണൗണും കൺഫ്യൂഷൻസോ ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം കീവേഡ് പഠിച്ചാൽ തന്നെ അത് ഏത് പ്രോണൗൺ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അടുത്തത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഇൻഡിഫിനൈറ്റ് പ്രോണൗണിൽ വരും. ഇനി നോട്ട് ഏതെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വെച്ച് പഠിച്ചാലും മതി, സിമ്പിൾ ആണ്. ഇൻഡിഫിനൈറ്റ് പ്രോണൗണില് everyone, everybody, someone, somebody, anyone, anybody, nobody, no one, everything, something, anything, nothing, none, some, all, few, many. ഇത്രയും കീവേഡ്സ് ആണ് ഈ ഇൻഡിഫിനൈറ്റ് പ്രോണൗണിൽ വരാം. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസില്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഈ കാണുന്ന കീവേഡ്സ് ഏതെങ്കിലും ഒരു കീവേഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രോണൗൺ ആണ്? ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ഈ 9 ടൈപ്സ് ഓഫ് 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. ഇതിനെല്ലാരും നമുക്ക് എന്താണ്, അതിൽ എംഫാറ്റിക്കും റിഫ്ലക്റ്റീവും ഒഴിച്ച് ബാക്കി എല്ലാ പ്രോണൗണും നമുക്ക് കീവേഡ് പഠിച്ചാല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കീവേഡ് പഠിക്കണം. ഈ ഇൻഡിഫിനൈറ്റ് പ്രോണൗണിന്റെ കീവേഡ്സ് ഇതൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റൂ. someone called when you were alone. ഏത് പ്രോണൗൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ, കണ്ടുപിടിക്കാൻ പറ്റണ്ടേ? സംവൺ, സംവൺ എന്ന് പറയുന്ന വേർഡ് എവിടെയാ വരാ? ഏത് പ്രോണൗൺ ആണോ അങ്ങനെ കീവേഡ് വരാന്ന് ആലോചിക്കണം, അല്ലെ? അപ്പൊ അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയുള്ള ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. അതുപോലെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിൽ വരുന്ന കീവേഡ് ഈച്ച്, ഐദർ, നൈദർ. ഈ 3 കീവേഡ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ടീവിൽ വരുന്നുള്ളൂ. അത് ഏതെങ്കിലും സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രോണൗൺ ആണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? സിമ്പിൾ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. കീവേഡ് പഠിച്ചാൽ മാത്രം മതി. ഡെമോൺസ്ട്രേറ്റീവിൽ വരുന്നത് this, these, that, those. ഇതാണ് ഡെമോൺസ്ട്രേറ്റീവിൽ വരുന്ന പ്രോണൗൺ കീവേഡ്സ്. ഇന്റർഗേറ്റീവിലാണെങ്കിലോ, ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. who, whose, whom, what, which. WH ക്വസ്റ്റ്യൻസ് വരുന്ന WH ക്വസ്റ്റ്യൻ മീൻസ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സെന്റൻസ് ആണെങ്കിൽ അതിൽ WH, who, whose, whom, what, which ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് എന്റെ കീവേഡ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇന്റർഗേറ്റീവ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഈ who, whose ഒക്കെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ. അപ്പൊ അങ്ങനെ സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ഇന്റർഗേറ്റീവ് പ്രോണൗൺ ആണ് എന്ന് മനസ്സിലാക്കാം. ഇതില് റിലേറ്റീവ് പ്രോണൗൺ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇപ്പൊ അല്ല ഞാൻ പറയാം. ഇനി റെസിപ്രോക്കൽ പ്രോണൗൺ, ഈച്ച് അതർ, വൺ അനദർ. ഈ 2 കീവേഡ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ ആ ഏതെങ്കിലും ഒരു വേർഡ് സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് റെസിപ്രോക്കൽ പ്രോണൗൺ ആണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ ഈ 8 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഇത് ക്ലിയർ ആയോ? റിലേറ്റീവ് പ്രോണൗൺ ഒഴികെ ബാക്കി എല്ലാ പ്രോണൗൺസ് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? എത്തോന്നോ? ഉള്ളൂ, കീവേഡ് പഠിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് വൺ റെസിപ്രോക്കൽ പ്രോണൗണില് ഈച്ച് അതർ, വൺ അനദർ, ഈ 2 കീവേഡ് മാത്രമേ ആ പ്രോണൗണിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നെറ്റ് പ്രോബ്ലം അല്ലേ, ഒന്നുകൂടെ പറയാം. ഓക്കെ, നമുക്ക് ഇവിടെ 9 kinds ഓഫ് പ്രോണൗൺസ് ഉണ്ട്. അതില് നമ്മളെല്ലാം പറഞ്ഞു. റിലേറ്റീവ് പ്രോണൗൺ ഒഴികെ, അതായത് 8ാമത്തെ പ്രോണൗൺ ഒഴികെ ബാക്കി എല്ലാ പ്രോണൗണും നമുക്ക് ആദ്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അതില് പേഴ്സണൽ പ്രോണൗൺ എന്താണ്, അതിന്റെ കീവേഡ്സ് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് അത്രയും എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. പേഴ്സണൽ പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ വളരെയധികം ചാൻസ് കുറവാണ്. സോ ഇതില് എംഫാറ്റിക്
ആൻഡ് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ് കുറച്ചുകൂടി ഡൗട്ട്ഫുൾ. കാരണം അതിന്റെ രണ്ടിന്റെയും കീവേഡ്സ് ഒന്നാണ്. മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ് എന്നൊക്കെ പറയുന്ന കീവേഡ്സ് ആണ്. രണ്ടിന്റെയും സെയിം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കീവേഡ്സ്. സോ അത് രണ്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. എംഫാറ്റിക് പ്രോണൗൺ നൗണിനും പ്രോണൗണിന് ശേഷമാണ് ആ കീവേഡ് വരിക. ഈ മൈസെൽഫ്, യുവർസെൽഫ് എന്ന് പറയുന്ന കീവേഡ് നൗണിനോ പ്രോണൗണിന് ശേഷമായിരിക്കും വരാം എംഫാറ്റിക് പ്രോണൗണില്. റിഫ്ലെക്സീവ് പ്രോണൗണില് അത് വെർബിന് ശേഷമൊക്കെ ആയിരിക്കും വരാം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇങ്ങനെയാണ് നമ്മൾ അത് എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അത് രണ്ടും ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി ബാക്കി എല്ലാ പ്രോണൗണും കീവേഡ് പഠിച്ചാൽ മതി. ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എവരിബഡി, സംവൺ, സംബഡി, നത്തിങ്, നോബഡി, എനിബഡി എന്നൊക്കെ പറയുന്ന കീവേഡ്സ് ആണ് ഇൻഡിഫിനൈറ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇൻഡിഫിനൈറ്റ് പ്രോണൗണിന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിന്റെ കീവേഡ്സ് എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. എന്നിട്ട് അത് പഠിക്കുക. ഈ പ്രോണൗണിൽ വരുന്ന കീവേഡ്സ് ഇതൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കുക. പഠിക്കണം, അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ആയില്ല കേട്ടോ. പഠിച്ചു വെക്കണം. എന്നാലും നമുക്കത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ കീവേഡ്സ് ഏതെങ്കിലും അതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. അത് ഈച്ച്, ഐദർ, നൈദർ എന്ന് പറയുന്ന കീവേഡ്സ് ആണ് ഉള്ളത്. അപ്പൊ കീവേഡ്സ് ഏതെങ്കിലും സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ഓക്കെ. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ആണ് വരിക. ഇന്റർഗേറ്റീവിലോ, ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. WH വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഹൂ, വിച്ച്, വാട്ട് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്റർഗേറ്റീവിൽ ചോദിക്കുക. ഇനി ലാസ്റ്റ് വൺ റെസിപ്രോക്കൽ പ്രോണൗൺ. ഈച്ച് അതർ, വൺ അനദർ എന്ന് പറയുന്ന രണ്ട് കീവേഡ്സ് ആയിരിക്കും ഈ റെസിപ്രോക്കൽ ഉള്ളത്. അപ്പോ ഈ 8 കൈൻഡ്സ് ഓഫ് നൗൺസിന്റെയും പ്രോണൗൺസിന്റെയും എന്താ കീവേഡ്സ് പഠിച്ചു വെക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് എക്സാമിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അതില് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് റിഫ്ലെക്സീവ്, എംഫാറ്റിക് ആണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് നിങ്ങൾ പറഞ്ഞു. ബാക്കി വേറെ സീനൊന്നുമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോണൗൺ റിലേറ്റീവ് പ്രോണൗൺ ആണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഈ ബാക്കിയുള്ള 8 കൈൻഡ്സ് ഓഫ് പ്രോണൗൺസ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒന്ന് ഒരാളത് പറയാവോ? ഒന്ന് പ്രസന്റ് ചെയ്യാവോ ആരെങ്കിലും ഒരാള്? ഈ 8 kinds of pronouns. Anyone? Can you present it? No. ആരുമില്ല. പ്രസന്റ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും? എന്താണ് അത് പറയുമ്പോ തന്നെ മടി എല്ലാവർക്കും? മാം ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ആ, നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോനൗണ്. 9 ടൈപ്പ് പ്രോനൗൺസ് ഉണ്ട്. പേഴ്സണൽ പ്രോനൗൺ, മീ, മൈൻ, അവർ, അസ് ഒക്കെ പേഴ്സണൽ പ്രോനൗൺ ആണ്. അടുത്ത എംപാറ്റിക് പ്രോനൗണ്. എംപാറ്റിക് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് ശേഷവും പ്രോനൗണിന് ശേഷവും കീവേഡ്സ് ഏതെങ്കിലും വരികയാണെങ്കിൽ, കീവേഡ് എന്ന് പറയുന്നത് മൈ സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ് എന്നിവയാണ്. അതിനുശേഷം വരുന്നതാണെങ്കിൽ അതിന് എംപാറ്റിക് പ്രോനൗൺ എന്ന് പറയും. റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ വെർബിന് ശേഷം ആയിരിക്കും ഇത് വരുന്നത്. യുവർ സെൽഫ്, മൈ സെൽഫ്, ഇതൊക്കെയാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസിന് എന്ന് പറയുന്നത്. ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺ, തന്നിരിക്കുന്ന സെന്റൻസിൽ എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി ഒക്കെ ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. അടുത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണ്, ഈച്ച് അതർ, ഈച്ച്, ഐ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് സംവണ്ണ്, എവരിവണ്ണ്, നോൺ എന്നിവയായിരിക്കും അതിന് കീവേഡ് ആയിട്ട് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ്
പ്രോനൗൺ എന്ന് പറയുന്നത് ഈച്ച്, ഐദർ, ആൻഡ്, നെയ്തർ എന്നീ കീവേഡ്സ് ആയിരിക്കും. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ദിസ്, ദീസ്, ദാറ്റ് എന്നീ സെന്റൻസുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ WH ക്വസ്റ്റ്യൻ വേർഡ്സ് വരുന്നതാണെങ്കിൽ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആയിരിക്കും. അടുത്തത് റെസിപ്രോക്കൽ പ്രോനൗൺസ് ഈച്ച് അതർ, വൺ, അനദർ എന്നീ സെന്റൻസുകളിൽ ഈ കീവേഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ റെസിപ്രോക്കൽ പ്രോനൗൺസ് ആയിരിക്കും. താങ്ക് യു. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ ഓക്കെ മാം. എന്താണ് ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മാം. ഓക്കെ മാം. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. മാം ഇതിനെ രണ്ടെണ്ണം പറഞ്ഞു തരുമോ? മോക്ക് ടെസ്റ്റ് ഇടുവോ മാം? ഇതിന്റെ ഇപ്പൊ പഠിപ്പിച്ചത്ര ഭാഗത്തിനെ കുറിച്ചൊരു മോക്ക് ടെസ്റ്റ് ഇടുവാണെങ്കിൽ എങ്ങനെയൊക്കെയാ വരുന്നത്, എന്തൊക്കെയാന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് 2 കംപ്ലീറ്റ് ആക്കുമ്പോൾ മോക്ക് ടെസ്റ്റ് വരും കേട്ടോ. അപ്പൊ റിലേറ്റീവ് പ്രോനൗൺ എടുക്കുകയാണെങ്കിൽ ഞാൻ നാളെ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ മാം. സൗമ്യ എന്താ ചോദിച്ചേ? സൗമ്യ ഇത് ചോദിച്ചല്ലോ. ഓക്കെ, അപ്പോ റിലേറ്റീവ് പ്രോണൗണില് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രോഗേറ്റീവ് പ്രോണൗണില് WH ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള വേർഡ് ആയിരിക്കും, സെന്റൻസ് ആയിരിക്കും ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കാം. മനസ്സിലായോ? റിലേറ്റീവ് പ്രോണൗൺ എങ്ങനെയാണെന്ന് അറിയോ? നമുക്ക് എക്സാമിന് വരാം ഡാഷ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അതായത് ഇപ്പൊ ദ ഗേൾ ഡാഷ് ഹെൽപ്ഡ് മീ ഈസ് യുവർ സിസ്റ്റർ. ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾ വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ഉള്ളതാണ് കേട്ടോ. ദ ഗേൾ ഡാഷ് ഹെൽപ്ഡ് മീ ഈസ് യുവർ സിസ്റ്റർ. അപ്പൊ ഈ ഡാഷ് അവിടെ എന്തായിരിക്കും? ടെക്സ്റ്റ് നോക്കിയാൽ ഇപ്പൊ പറഞ്ഞത് ഹൂ ആണ്. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാക്കാം? ഒരു എക്സാമ്പിൾ തരാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. റിലേറ്റീവ് പ്രോണൗണിന് ഹെഡിങ് കൊടുക്കുക. റിലേറ്റീവ് പ്രോണൗൺ ഹെഡിങ് കൊടുക്കുക. ദെൻ എക്സാമ്പിൾ എഴുതാം. ഞാൻ പറയുന്ന എക്സാമ്പിൾ എഴുതാം. ഷീ ഈസ് ദ ഗേൾ. She is the girl. ഒന്നുകൂടി പറഞ്ഞേ ഇപ്പൊ പറഞ്ഞത്. ഞാൻ ടെക്സ്റ്റ് ചെയ്യാതെ നോക്കിയിട്ട് She is the girl. Dash I helped yesterday. പറയോ? ക്ലിയർ ആവണില്ല. നെറ്റിന്റെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റ് പ്രോബ്ലം ആയി. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. She is the girl dash I helped yesterday. ഇവിടെ എക്സാമ്പിൾ എഴുതിയോ നിങ്ങള്? നമുക്ക് ഫില്ല് ചെയ്യണം അല്ലെ? കറക്റ്റ് റിലേറ്റീവ് പ്രോണൗൺ ഏതാണോ അത് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. വേണമെങ്കിൽ ഓപ്ഷൻസ് വേണമെങ്കിൽ എഴുതിക്കോളൂ. Who, whose, who, which. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. Who, whose, whom, which. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ഏതാണ്? റിലേറ്റീവ് പ്രോണൗൺ ഏതാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? She is the girl dash I helped yesterday.
ഏതായിരിക്കും? എല്ലാവരും ആൻസർ പറഞ്ഞേ. എല്ലാവരും പറയും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്താലും മതി. ആൻസർ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, ആൻസർ തെറ്റാണ് കേട്ടോ. തെറ്റാണേ, പൂവല്ല. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഡൗട്ട് ആയില്ലേ? ഇത് തെറ്റാണല്ലോ, ഇനി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഡൗട്ട് വന്ന എല്ലാവർക്കും ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ട്രിക്കി വേ. മീനിങ് മനസ്സിലാക്കി. ഷീസ് ദ ഗേൾ ഡാഷ് ഹെൽപ് യെസ്റ്റർഡേ എന്ന് പറയുന്ന സെന്റൻസിന്റെ മീനിങ് എന്താണ്? ഡാഷ് പോട്ടെ, ഡാഷ് വിട്ടേക്കും. ഡാഷ് ഒഴികെയുള്ള സെന്റൻസിന്റെ മീനിങ് എന്താണ് എന്ന് പറഞ്ഞേ. ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്ത കുട്ടി അവളാണ്. ഞാൻ ഇന്നലെ അവളെയാണ് ഹെൽപ്പ് ചെയ്തത് അല്ലെ? ഇതാണ് മീനിങ് വരാം. സോ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും നമുക്ക്. ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്ത കുട്ടി അവളെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ എന്ത് ഇല്ല, നെറ്റ് പ്രോബ്ലം ഒന്നും ക്ലിയർ ആവണില്ല. സൗമ്യ ഒന്ന് ലെഫ്റ്റ് ആകും, എന്നിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യേ. ഓക്കെ, ഞാൻ ഇന്നലെ അവളെയാണ് ഹെൽപ്പ് ചെയ്തത് എന്ന സെന്റൻസ് വന്നു. നിങ്ങൾ എന്ത് ചോദ്യം എന്നോട് ചോദിക്കും? ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ഇന്നലെ അവളെയാണ് ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ എന്നോട് എന്താ ചോദിക്കുക? Whom you helped yesterday. മലയാളത്തിലാണെങ്കിൽ എന്ത് ചോദിക്കും? ആരാണ് ഇന്നലെ സഹായിച്ചത്? ആര്, ആരെ, ആരുടെ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം പൊതുവെ അല്ലെ. അതൊരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇന്നലെ അവളെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കാം? ഇന്നലെ ആരെയാണ് ഹെൽപ്പ്? ആരെ അല്ലെ, ആരെന്നല്ലേ ചോദിക്കുള്ളൂ. ഈ ആരെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഹൂമാണ് അല്ലെ, ഹൂ. അപ്പൊ ഇവിടെ റിലേറ്റീവ് പ്രോണൗൺ ഏതാ വരാ? ഹോം. ഹൂമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വിളിക്കുക. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്തൊരു എക്സാമ്പിൾ അല്ലേ. This is the lady. This is the lady. Dash helped me. This is the lady dash helped me. This is the lady dash helped me. ഇതിന്റെ ആൻസർ ഏതാണ്? ഫിൽ ചെയ്യൂ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ ആൻസർ. This is the lady dash helped me. ഈ സെന്റൻസിൽ ഫിൽ ചെയ്യാം റിലേറ്റീവ് പ്രൊനൗൺ can use their. Yeah. ഇനി മലയാളം പറഞ്ഞേ. കുറച്ചുപേരെ കറക്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി മലയാളം പറഞ്ഞേ. എന്താണ് മലയാളം? എന്താണ്? This is the lady that helped me. അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ എന്താ ചോദിക്കുക? ആരെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തത്? ആരാണ് ഹെൽപ്പ് ചെയ്തത്? ആരാണ്, ആര് എന്നൊരു ചോദ്യം വരും അല്ലെ. അവളാണ്, ആ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഏത് ലേഡി അല്ലേ? ആരാണ് എന്ന് ചോദിക്കും. ആര്? ഓ
ഹൂ ആണ്. നമുക്കിവിടെ ഏത് ലേഡി എന്നും ചോദിക്കാം അല്ലെ? ചോദിക്കാലോ. ഏത് ലേഡി എന്ന് ചോദിക്കാം, ആര് എന്ന് ചോദിക്കാം. സപ്പോസ് ഇപ്പൊ ഓപ്ഷനില് ഹൂസ്, ഹൂം, വിച്ച്, വേറെ ഏതെങ്കിലും ഒരു പ്രോണൗൺ അല്ലെ, ഹൂസ്, ഹൂം, വിച്ച് എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? അവിടെ ഹൂ ഇല്ല എന്ന് വിചാരിക്കൂ. ഓപ്ഷനിൽ ഹൂ ഇല്ല, അതിന് പകരം വിച്ച് ആണ്. നിങ്ങൾ ഏത് പ്രോണൗൺ നിങ്ങൾ അവിടെ യൂസ് ചെയ്യും? വിച്ച് യൂസ് ചെയ്യാം അല്ലെ? ഏതെന്ന് ചോദിക്കാം, ആരെന്നും ചോദിക്കാം. അതുകൊണ്ട് ഹൂ ആൻഡ് വിച്ച് ഇത് രണ്ടും ഒരുമിച്ച് ഓപ്ഷനിൽ വരില്ല. ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരാം. അപ്പൊ നമുക്ക് ഹൂ അല്ലെങ്കിൽ വിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. സ്ക്രീനിലോട്ട് നോക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ, ആൻസർ ഒന്ന് പറയാം. രമ ആൻഡ് ഡാഷ് were present. പറഞ്ഞ മാം രമ ആൻഡ് സ്ക്രീനിലോട്ട് നോക്കൂ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിലുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. രമ ആൻഡ് ഡാഷ് were present. ടെക്സ്റ്റ് ചെയ്തല്ലേ അവരുടെ ആൻസർ? പെട്ടെന്നാവട്ടെ, ടൈമില്ല. പേഴ്സണൽ പ്രോണൗൺ ആണ് കേട്ടോ. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പേഴ്സണൽ പ്രോണൗണിൽ ഞാൻ പറഞ്ഞു എല്ലാത്തിന്റെയും മലയാളം മീനിങ് അല്ലെ, ഓരോ സബ്ജക്റ്റിന്റെയും മലയാളം മീനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അത് എപ്പോഴും ഓർമ്മ വേണം. ഇതിന്റെ മലയാളം ഒന്ന് ആലോചിക്കൂ. ഈ സെന്റൻസിന്റെ മലയാളം എന്താണ്? മലയാളം എന്തായിരിക്കും? രമയും ഞാനും. എന്നിട്ട് നിങ്ങൾ എന്താ ടെക്സ്റ്റ് ചെയ്യുന്നേ? രമയും എന്നെയും എന്നാണോ? അല്ല, രമയും ഞാനും ആണ്. രമയും ഞാനും പ്രസന്റ് ആയിരുന്നു എന്നാ പറയുന്നേ. അപ്പൊ എന്താ വരെ അവിടെ? ഐ. എന്നിട്ട് എല്ലാവരും മീ ആണ് ടെക്സ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ചിന്തിക്കുക, ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. രമ ആൻഡ് ഐ were present. Next, I blame dash for any errors on this website. Please repeat ma'am. No. ഒന്നുകൂടി പറയുക ഇപ്പൊ പറഞ്ഞത്. I blame dash for any errors on this website. നിങ്ങൾ സ്ക്രീൻ കാണുന്നില്ല? എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ആൻസർ പറയൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. എല്ലാവരും പറയൂ കേട്ടോ. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യൂ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. ടെക്സ്റ്റ് ചെയ്യാതെ എന്താ മനസ്സിലാവുന്നില്ല? ഐ ആണെങ്കിൽ എന്താ വരാ? ഞാൻ എന്നെ തന്നെയാണ്. ഐ ആണെങ്കിൽ എന്നെ തന്നെ എന്ന് പറയുമ്പോ മൈസെൽഫ്. നിന്നെ തന്നെ യുവർ സെൽഫ്. അവനെ തന്നെ ഹിംസെൽഫ്. അവളെ തന്നെ ഹെർസെൽഫ്. അപ്പൊ ഇവിടെ എന്താണ്? ഐ ആണ് വന്നിരിക്കുന്നത്. മൈസെൽഫ് ആണ് കേട്ടോ. മൈസെൽഫ്, ഹിംസെൽഫ്, യുവർ സെൽഫ്, അവർ സെൽഫ് ഉണ്ട്. പക്ഷെ ഇവിടെ ഐ വന്നത് കൊണ്ട് മൈസെൽഫ് ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഐ ബ്ലെയിം മൈസെൽഫ് ഫോർ എനി എറേഴ്സ് ഓൺ ദിസ് വെബ്സൈറ്റ് എന്ന് പറയുന്ന സെന്റൻസ് അത് ഏത് പ്രോണൗൺ ആണ്? ഏത് പ്രോണൗൺ ആണ്? ഞാനിപ്പോ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, സ്ക്രീനിലില്ലാത്ത ചോദ്യമാണ്. ഐ ബ്ലെയിം മൈസെൽഫ് ഫോർ എനി എറേഴ്സ് ഓൺ ദിസ് വെബ്സൈറ്റ് എന്ന് പറയുന്ന സെന്റൻസ് വിച്ച് പ്രോണൗൺ ഈസ് യൂസ്ഡ് there? എംപാറ്റിക് പ്രൊനൗൺസ് ആണോ? എന്നോടോ ചോദിക്കുന്നേ? ഞാനാ ചോദിക്കുന്നേ. റിഫ്ലെക്റ്റീവ് പ്രൊനൗൺസ്. ശേഷമാണ് അവിടെ മൈസെൽഫ്.
Next. The third question. My uncle invited my brother and dash to dinner. It's me. അറിയൂ ആൻസർ പറയൂ എല്ലാവരും. ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞാലും മതി. Me. Me. നെയും എന്റെ ബ്രദറിനെയും മെയ് അല്ല നീ. Okay. My brother and me. My uncle invited my brother and me to dinner. Correct. Me ആണ് ട്ടോ എന്നെയും. Next. The machine will turn off by Itself. അതൊരു മെഷീൻ ആണല്ലേ, ഒരു വസ്തുവാണ്, ഒരു തിങ് ആണ്. സോ ഇറ്റ് ആണ് വരാം. അപ്പൊ ഇറ്റ്സ് അത് സ്വയം ഓഫ് ആയി. അത് മെഷീൻ ആയതുകൊണ്ട് നമ്മൾ ഇറ്റ് യൂസ് ചെയ്തു. സോ ഇറ്റ്സെൽഫ് ആണ് ആൻസർ. ശോഭ heard herself is which pronoun? Reflexive. Reflexive അല്ലേ മാം? എല്ലാരും പറയട്ടെ. ആരും ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, ആരും അനങ്ങുന്നില്ല. തെറ്റില്ല, കറക്റ്റ് ആയിരുന്നു. പക്ഷെ ആരും പറയുന്നില്ല. വെർബാണ്. Okay, effective ആണ്. Next, 6th question വേണ്ട. 7th question. Dash came here yesterday. Who അല്ലേ? Who came yesterday? അല്ലേ? അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. Who came yesterday? നിങ്ങൾക്ക് എന്താ ഡൗട്ട്? സിമ്പിൾ ഇല്ലേ? Who ആണ്? Who came here yesterday? Simple. The next one. Dash is my favorite city beer. This is my favorite city. ഇവിടെ നമുക്ക് this or that യൂസ് ചെയ്യാം കേട്ടോ. this അല്ലെങ്കിൽ that യൂസ് ചെയ്യാം. മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. 2 ആൻസറും വരുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് വരില്ല. ഓക്കെ. നെക്സ്റ്റ്, you can take dash of these 2 shirts. Each. Either ആണ്. ഏതെങ്കിലും ഒരെണ്ണം ഉദ്ദേശിക്കുന്നത്. അപ്പൊ either ആണ് കേട്ടോ. ഒരെണ്ണം എടുക്കാനാ പറയുന്നത്. അപ്പൊ either. You can take either of these 2 shirts എന്നാ പറയാം. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നെക്സ്റ്റ്, Tom is wearing a belt. Dash belt is brown. His belt is brown. His ആണ്. Tom is wearing a belt. His belt is brown. Okay. The next one. The doctor from dash we got the prescription is well-known physician. The doctor from who we got. മലയാളം വന്ന് നോക്കിയിട്ട് അത് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചു നോക്കിയേ. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ. ഏത് ഡോക്ടറാണ്? That ആണോ? ഡാറ്റ് വരില്ല. കാരണം അതൊരു വസ്തുവിനെ കുറിച്ചോ അനിമലിനെ കുറിച്ചോ ഒന്നും അല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്. അതൊരു ഹ്യൂമൻ ബീയിങ് ആണ്, ഡോക്ടറാണ് ചോദിക്കുന്നത്. അപ്പൊ ഡാറ്റ് the prescription is well-known physician. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ഹൂം ആണ് കേട്ടോ. ആരുടെ എന്നാണ്. അപ്പൊ ഹൂം ആണ് വരാം. The next one. Everybody knows dash fever he enjoys. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിലേറ്റീവ് പ്രൊണൗണിനെയും ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നോക്കേണ്ടത് അതൊരു ഹ്യൂമൻ ബീയിങ് ആണോ അല്ലെങ്കിൽ തിങ് ആണോ നോക്കാം. ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ആരുടെ ആരെയെന്നൊക്കെ വരുവുള്ളൂ. ഇനി ഒരു തിങ് ആണെങ്കിലോ അത് വിച്ച് ഓർ ദാറ്റ് ആയിരിക്കും വരാം. മനസ്സിലായോ? അങ്ങനെ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ എവരിബഡി നോസ് ഡാഷ് ഫീവർ ഹി എൻജോയ് എന്നാണെങ്കിൽ നമുക്കറിയാം ഇതൊരു മനുഷ്യനാണല്ലേ. ഹൂസ് ആണ്. ഹൂസ്
Next, we always like boys that speak the truth. Whom speak the Sarah. truth? Who speak the truth? Yeah, who speak the truth? He's a man that you can trust. Whom you can trust. You can trust. Whom you can. Whom you can trust. The puppy that I rescued was a black one. Which I rescued was black one. Yeah, which are puppy alle appo which are next 16th question വേണ്ടട്ടോ confusion ആണ് വേണ്ട 71 dash are you working for now? What? Which are sorry, what are you What are you working for now? What are you working for now? Yeah, what are you working for now? Next, this is the place that I live. Where I live. Place where. Where I live. Yeah, where I live. Here is a book that contains picture. Which contains Which picture? contains. Which Yeah, which contains picture. We saw the dog that worried the cat. What? Cat? That is other that Yeah, that worried the cat. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് in the unit 2 noun and pronouns and types of pronouns and so we explained that. Okay, clear? So hope you understood what I studied today. സ്ക്രീൻഷോട്ട് എടുക്കാൻ തരുമോ? എന്തോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ തരുമോ? ഈ സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം, വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങളൊരു കാര്യം ഇത് പക്ഷേ ഇതും നമ്മുടെ മോക്ക് ടെസ്റ്റ് ആയിട്ട് അത്രയും കണക്ഷൻ ഒന്നുമില്ല കേട്ടോ. മോക്ക് ടെസ്റ്റ് ഇങ്ങനെയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കേട്ടാൽ കുഴപ്പമില്ല. നിങ്ങൾ നാളെ മോക്ക് ടെസ്റ്റ് കൂടെ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ അത് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യും കേട്ടോ. ഡിഫറൻസ് ആണ് കുറച്ച്. മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും ഇപ്പോ ഓപ്പൺ ചെയ്ത ക്വസ്റ്റ്യൻസ് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നാളെ യൂണിറ്റ് 2 ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും അറ്റൻഡ് ചെയ്യൂ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്ന് പറയാം, എനിക്ക് ഉണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഡൗട്ട്സ് ഉണ്ടോ, ഈ ചാപ്റ്ററിന്റെ എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. ശനിയാഴ്ച അല്ല, പക്ഷെ മോക്ക് ടെസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ക്ലാസ് ഇല്ല, കാരണം നമ്മുടെ ഇടക്കോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് പിറ്റേ ദിവസം അല്ലേ, അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ മിസ്. അപ്പോ ക്ലിയർ ആണ്, സംസാരിക്കാൻ ടൈം ഉണ്ടായില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാം. ഇത് നിങ്ങൾ കുറച്ചുകൂടെ അറിയണമെന്നുണ്ട്. എനിക്ക് നിങ്ങളായിട്ട് കണക്ഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ പേരൊന്നും എനിക്കധികം ഓർമ്മയില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് സംസാരിക്കാം, ഫ്രീ ആൻഡ് കൂൾ ആയിട്ട് സംസാരിക്കാം. ഓക്കെ സൈൻ ഔട്ട് പറയണ്ടേ? പോവാണോ? എന്നോട് പറഞ്ഞു വിടാണോ? സൈൻ ഔട്ട് പറയും. Good morning, ma'am. Good morning, all. I am Adina. Today I am standing here for thanking your beautiful Miss Ashwati Miss for handling this class about pronouns and the classifications such as personal pronoun, emphatic, reflective, indefinite, distributive, demonstrative, interrogative, relative, and reciprocal. And also I would like to thank you all my batchmates for active participation. And once again, thank you everyone. This is Adira signing out. Okay, so clear ആണല്ലോ? ഇംഗ്ലീഷ് സ്പീഡൊക്കെ ഓക്കെ അല്ലേ? നമുക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതിലുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, so thank you all. See you on the next class. Bye. Thank you, ma'am.
Thank you, ma'am. Thank you, ma'am.